ഗൈസ്, ലുക്കിംഗ് ആവറേജ് ആയിട്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു മാക്സിമം പൊട്ടൻഷ്യൽ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു പിക്ചറിലുള്ള ഇദ്ദേഹം വെറും ആവറേജ് ലുക്കിംഗ് ഗായിൽ നിന്നും ഒരു ഹൈലി അട്രാക്റ്റീവ് ആയിട്ടുള്ള മെയിൽ മോഡലായി മാറി, അതും മാസങ്ങൾക്കുള്ളിൽ. സോ സംഭവം സിമ്പിളാണ്. വളരെ ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ ഫേസിൽ കൊണ്ടുവരുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മാക്സിമം പൊട്ടൻഷ്യൽ എത്തിക്കാനായിട്ട് സാധിക്കും. സോ അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങൾ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഫുള്ളായിട്ടൊന്ന് കണ്ടാൽ മതി, നിങ്ങൾക്ക് നിങ്ങളുടെ മാക്സിമം പൊട്ടൻഷ്യൽ എത്തിക്കാനായിട്ട് സാധിക്കും. സോ ഫസ്റ്റ് ടൈം ചാനൽ കാണുന്നവർ ഇതുപോലത്തെ സെൽഫ് ഇംപ്രൂവ്മെന്റ് വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോസ് ഉള്ളതാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്തേക്കുക. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഫസ്റ്റ് തിങ്, ഫേസിനെ ഏറ്റവും കൂടുതൽ ആവറേജ് ആക്കുന്ന ഒന്നാണ് ഫേസ് ഫാറ്റ്. സോ ഫേസ് ഫാറ്റ് ഉള്ള ഒരാളുടെ ഫേസിന് ഒരു ഡെഫിനേഷൻ ഉണ്ടാകില്ല, അതായത് ഒരു സ്ട്രക്ചർ ഉണ്ടാകില്ല. സോ അതുപോലെ തന്നെ വളരെ ഏജ്ഡ് ആയിട്ട് തോന്നിക്കും ചെയ്യും. സോ ഗൈസ്, ഫേസ് ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓവറോൾ ബോഡി ഫാറ്റ് കുറയ്ക്കണമെന്ന് അറിയാം. പക്ഷേ ഒരുപാട് പേർക്ക് ബോഡിയിലധികം ഫാറ്റ് ഇല്ലാതെ തന്നെ ഫേസിൽ ഫാറ്റ് കാണും. സോ ഇതിന് കാരണം ബ്ലോട്ടിംഗ് ആണ്, അതായത് വാട്ടർ റിട്ടൻഷൻ. സോ ബ്ലോട്ടഡ് ആയിട്ടുള്ള ഒരു ഫേസ് ഡീബ്ലോട്ട് ചെയ്യുന്നത് വഴി ഫേസിൽ നല്ലൊരു ഡിഫറൻസ് തന്നെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. സോ ഫേസ് ഡീബ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഷുഗർ കട്ട് ചെയ്യുക. ഷുഗർ കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫേസിലെ പഫിനെസ് തനിയെ കുറയുന്നത് കാണാം. കാരണം അമിതമായിട്ട് ഷുഗർ ഇൻടേക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഫേസ് ഒരുപാട് പഫി ആകുന്നത്. ആൻഡ് നെക്സ്റ്റ് ചെയ്യേണ്ടത് പൊട്ടാസ്യം ഇൻടേക്ക് ചെയ്യുക. സോ പൊട്ടാസ്യം ബോഡിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ കോക്കനട്ട് വാട്ടർ കുടിക്കുക. അതുപോലെ തന്നെ 2 ബനാന വെച്ചിട്ട് ഡെയിലി കഴിക്കുക. സോ ഈ 2 ഫുഡ് ഐറ്റംസിലും നല്ലതുപോലെ തന്നെ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ബോഡിയിൽ എത്തുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിലുള്ള വാട്ടർ റിട്ടൻഷൻ ഡീബ്ലോട്ട് ആയി പോകുന്നതാണ്. ഇതുവഴി ഫേസിൽ പഫിനെസ് കുറച്ച് ഫേസ് നല്ല ഡീബ്ലോട്ട് ആകുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഫേഷ്യൽ മസാജസും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫേസിനൊരു സ്ട്രക്ചേർഡ് കിട്ടുന്നതാണ്. സോ ഇത് ഫേസിന് ചെറിയൊരു മാറ്റമാണ് ഉണ്ടാക്കുന്നതെങ്കിലും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ട് ഫസ്റ്റ് ഡീബ്ലോട്ടിങ് ചെയ്യുക. രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ചെയ്യുക. ഇഫ് യു ഹാവ് ലോ ടെസ്റ്റോസ്റ്ററോൺ, നിങ്ങളുടെ ഹെയർ ഡാമേജ് ആകും, അതുപോലെ സ്കിന്ന് ഡാമേജ് ആകും, എന്തിനേറെ ബോഡി തന്നെ ഡാമേജ് ആകും. നിങ്ങൾക്ക് ടെസ്റ്റോസ്റ്ററോൺ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി ഒരുപാട് ബ്ലോട്ടഡ് ആയി തോന്നിക്കും. അതുപോലെ തന്നെ ഒരുപാട് എനർജി ഇല്ലാത്ത ഒരാളായിട്ടായിരിക്കും നിങ്ങളെ കാണുക. സോ നാച്ചുറലായിട്ട് ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ രാവിലത്തെ സൺലൈറ്റ് കൊള്ളുക. അതുപോലെ തന്നെ ടെസ്റ്റോസ്റ്ററോൺ അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുക. അല്ലെങ്കിൽ നാച്ചുറൽ ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റിംഗ് സപ്ലിമെൻറ്റ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മാക്സിമം പൊട്ടൻഷ്യൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ചെയ്തേ പറ്റൂ. സോ ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ചെയ്യുന്ന വഴി ഓവറോൾ സ്കിന്നിൻ്റെയും ഹെയറിൻ്റെയും ബോഡിയുടെയും ഹെൽത്ത് ഇംപ്രൂവ്മെൻ്റ് ആകും. ഇതുവഴി ഓവറോൾ ലുക്കിംഗ് പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ്, ഫേഷ്യൽ പോസ്റ്റർ വീക്ക് ആക്കാതിരിക്കുക. ഗൈസ്, കുറേ പേര് ചെയ്യുന്ന ഒരു ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ആണ് മൗത്ത് ബ്രീതിങ് ചെയ്യാത്തത്, അതായത് വായിലൂടെ ശ്വസിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രായം കൂടി വരുന്നതിനനുസരിച്ച് നമ്മുടെ ബോൺ സ്ട്രക്ചറിന് മാറ്റം ഉണ്ടാകും. സോ ഇതിനായിട്ട് ചെയ്യാൻ പറ്റിയത് ടങ് പോസ്റ്റർ കറക്റ്റായിട്ട് വെച്ചിട്ട് തന്നെ മീവിങ് ചെയ്യുക. സോ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല. പക്ഷെ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ മീവിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോർവേഡ് ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. സോ അതുകൊണ്ട് ടങ് പോസ്റ്റർ കറക്റ്റ് ചെയ്ത് ജോലൈനും ഫോർവേഡ് ഗ്രോത്തും ഇമ്പ്രൂവ് ആക്കുക. ആൻഡ് നെക്സ്റ്റ് തിങ്, ഫൈനലായിട്ട് ചെയ്യേണ്ടത് ഹെയർ തിയറി റൂൾ അറിഞ്ഞിരിക്കുക. സോ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ റോൾ എന്ന് ഞാൻ പറയും. സോ പലരും വിചാരിച്ചിരിക്കുന്നത് അവരുടെ ഫേസ് ഷേപ്പിൻ്റെ പ്രശ്നമാണെന്നാണ്. ശരിക്കും അങ്ങനെയല്ല. നിങ്ങളുടെ ഫേസ് ഷേപ്പിനും ഹെയറിനും ഒരുപോലെ കണക്റ്റ് ആകുന്ന മാച്ചിങ് ഹെയർ സ്റ്റൈൽ ചൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. അതായത് നിങ്ങളുടെ ഫേസ് ഷേപ്പിനനുസരിച്ചിട്ടുള്ള ഹെയർ സ്റ്റൈൽ അല്ല നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ ഫേസ് ഷേപ്പിനനുസരിച്ചുള്ള ഹെയർ സ്റ്റൈൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസ് ഷേപ്പും ഹെയർ ടൈപ്പും ഏതാണെന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതാണ്. അതുപോലെ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഒരു ഹെയർ സ്റ്റൈൽസും മാച്ച് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെയർ ഗ്രോ ആക്കി നോക്കുക. അതായത് സൈഡും ഫ്രണ്ടും ഒരുപോലെ വളർത്തി നോക്കുക. സോ ചിലപ്പോൾ നിങ്ങൾക്ക് ഫെയ്ഡ് ഹെയർ സ്റ്റൈൽസ് മാച്ച് ആകുന്നില്ലായിരിക്കും, പക്ഷേ അതിന് പകരം നിങ്ങൾക്ക് ചിലപ്പോൾ ഫ്ലോ ഹെയർ സ്റ്റൈൽസ് മാച്ച് ആയിരിക്കും. സോ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നിങ്ങളുടെ ഫേസ് ഷേപ്പിനനുസരിച്ചുള്ള ഹെയർ സ്റ്റൈൽ ചൂസ് ചെയ്തിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ മാക്സിമം പൊട്ടൻഷ്യൽ എത്തിക്കാനായിട്ട് സാധിക്കും. സോ 2026 നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ബെസ്റ്റ് ഹെയർ സ്റ്റൈൽസിൻ്റെ വീഡിയോ നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നതാണ്. സോ ചാനൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ വീഡിയോക്ക് ഇപ്പോൾ തന്നെ ലൈക്ക് കൂടെ ചെയ്യാൻ മറക്കരുത്. സോ അതുകൊണ്ട് ഹെയർ തിയറി അറിഞ്ഞിരിക്കുക. ഫേസ് ഷേപ്പിന് മാച്ച് ആകുന്ന ഹെയർ സ്റ്റൈൽ തന്നെ ചൂസ് ചെയ്യുക. മാക്സിമം ഫെയ്ഡ് ആക്കാത്തുള്ള ഹെയർ സ്റ്റൈൽസ് നിങ്ങൾ ചൂസ് ചെയ്ത് നോക്കുക. സോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബീയിങ് ആവറേജിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ മാക്സിമം പൊട്ടൻഷ്യൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ: ഫേസ് ഫാറ്റ് കുറച്ച് ഫേസിനെ ഡീബ്ലോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ചെയ്യുക. ഫോർവേഡ് ഗ്രോത്ത് ഇമ്പ്രൂവ് ആക്കുക. അതുപോലെ കറക്റ്റ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് നിങ്ങളുടെ ഫേസ് ഷേപ്പിനനുസരിച്ചുള്ള ഹെയർ സ്റ്റൈൽ തന്നെ ചൂസ് ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഗൈസ് ഒരാൾക്ക് മാക്സിമം പൊട്ടൻഷ്യൽ എത്തിക്കാൻ വേണ്ടിയിട്ട് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ. സോ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും മാറ്റം കാണുന്നതാണ്. സോ വീഡിയോസ് ഉള്ളതാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു മെൻസ് ഗ്ലോബ് റിലേറ്റഡ് വീഡിയോ ആയിട്ട് കാണാം. ദാറ്റ്സ് ഇറ്റ്.